വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ഏറെ പ്രതീക്ഷ വയ്ക്കുന്ന ഒന്ന് രണ്ട് മണ്ഡലങ്ങളുണ്ട്. അതിലൊന്ന് കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള മഞ്ചേശ്വരമാണ്. മഞ്ചേശ്വരം മണ്ഡലത്തിൽ BJPക്ക് സാമാന്യം ഭേദപ്പെട്ട ഒരു സ്വാധീനമുണ്ട്, ശക്തിയുണ്ട്. 2016 മുതലുള്ള ഒരു ചിത്രം നോക്കുകയാണെങ്കിൽ അവർ മികച്ച രീതിയിൽ അവിടെ പ്രകടനം നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മുന്നേറ്റം നടത്തിയിട്ടുമുണ്ട്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 89 വോട്ടുകൾക്കാണ് PB അബ്ദുൾ റസാഖ് K സുരേന്ദ്രനെ പരാജയപ്പെടുത്തുന്നത്. എന്നാൽ അതിനുശേഷം PB അബ്ദുൾ റസാഖ് മരിക്കുന്നു. തുടർന്ന് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ 2019 നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ MC കമറുദ്ദീനാണ് അവിടെ UDF വേണ്ടിയിട്ട് മുസ്ലിം ലീഗിന്റെ ടിക്കറ്റിൽ മത്സരിക്കാൻ ഇറങ്ങിയതെന്നാൽ അത്തവണ ഭൂരിപക്ഷം വലിയ രീതിയിൽ ഉയർത്താൻ ഏതാണ്ട് 7000-ലധികമായിട്ട് ഉയർത്താൻ MC കമറുദ്ദീന് കഴിഞ്ഞു. പിന്നീട് 2021 പൊതുതെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അവിടെ AKM അഷ്റഫിനെയാണ് UDF മുസ്ലിം ലീഗിന് വേണ്ടിയിട്ട് രംഗത്തിറക്കിയത്. AKM അഷ്റഫ് അവിടെ K സുരേന്ദ്രനുമായിട്ടാണ് ഏറ്റുമുട്ടിയത്. ആ പോരാട്ടത്തിൽ 855 വോട്ടുകൾക്ക് K സുരേന്ദ്രനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ആ സീറ്റ് ലീഗ് UDF നിലനിർത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. 87 മുതലുള്ള മണ്ഡലത്തിൻ്റെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ അവിടെ 2006 മാത്രമാണ് UDF തോറ്റിട്ടുള്ളത്. അന്ന് CPM വേണ്ടിയിട്ട് CH കുഞ്ഞമ്പു അവിടെ മത്സരിച്ച് വിജയിക്കുന്നുണ്ട്. അതിനുശേഷം 2011 മുതൽ വീണ്ടും മുസ്ലിം ലീഗ് അവിടെ വിജയിക്കുന്നു. തുടർച്ചയായിട്ട് ആ സീറ്റ് നിലനിർത്തുകയാണ്. 2011 മുതൽ 11-ലും 16-ലും 21-ലും K സുരേന്ദ്രനാണ് BJPക്ക് വേണ്ടി അവിടെ രംഗത്തിറങ്ങിയത്. 2019 നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ രവീഷ് തന്ത്രി കുണ്ടാറാണ് BJPക്ക് വേണ്ടി മത്സരിച്ചത്. അപ്പോൾ സുരേന്ദ്രൻ മത്സരിച്ച 2016-ലും 21-ലും അവർക്ക് മികച്ച ഒരു മുന്നേറ്റം അവിടെ നടത്താൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇത്തവണ മഞ്ചേശ്വരം മണ്ഡലം തിരികെ പിടിക്കും എന്ന വലിയ അവകാശവാദമൊക്കെ BJP ഇതിനോടകം തന്നെ ഉയർത്തിയിട്ടുണ്ട്. K സുരേന്ദ്രൻ ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മറ്റു പല മണ്ഡലങ്ങളിലും മത്സരിക്കുമെന്നാണ് പറഞ്ഞു കേട്ടിരുന്നത്. തൃശ്ശൂരിലോ അല്ലെങ്കിൽ വട്ടിയൂർക്കാവിലോ പോലെയുള്ള മണ്ഡലങ്ങളിലൊക്കെ തന്നെ മത്സരിക്കുമെന്നാണ് ആദ്യം പറഞ്ഞു കേട്ടത്. എന്നാൽ ഏറ്റവും ഒടുവിൽ K സുരേന്ദ്രൻ മഞ്ചേശ്വരത്തേക്ക് തന്നെ എത്തുകയായിരുന്നു. അവിടെ ഇതിനോടകം തന്നെ പ്രചരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. UDF വേണ്ടിയിട്ട് സിറ്റിംഗ് MLA കൂടിയായിട്ടുള്ള AKM അഷ്റഫ് വീണ്ടും ജനവിധി തേടുന്നു. LDF CPM സീറ്റാണ് അവിടെ ജയാനന്ദ് എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കിയിരിക്കുകയാണ്. അവിടെ ഇത്തവണ SDPI കൂടി ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട് എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. AKM അഷ്റഫിന് വെല്ലുവിളി ഉയർത്തുക എന്നതാണ് ഈ പറയുന്ന SDPIയും BJPയും എല്ലാം തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. AKM അഷ്റഫിന്റെ തോൽവി ഉറപ്പാക്കാനായിട്ട് അഷ്റഫിന്റെ അതേ പേരിലുള്ള 2 അപരന്മാര് ഇത്തവണ അവിടെ പത്രിക കൊടുത്തിട്ടുണ്ട്, അവർ മത്സരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ SDPIയുടെ സ്ഥാനാർത്ഥിയുടെ പേര് അഷ്റഫിന്റെ പേരിനോട് അതേ സാമ്യമുള്ള ഒന്നാണ്. AKM അഷ്റഫ് എന്നാണ് UDF സ്ഥാനാർത്ഥിയുടെ പേരെങ്കിൽ SDPIയുടെ സ്ഥാനാർത്ഥിയുടെ പേര് KM അഷ്റഫ് എന്നാണ്. ഇത് BJPയെ സംബന്ധിച്ച് വലിയ ആവേശം പകരുന്ന, സന്തോഷം പകരുന്ന, ആഹ്ലാദം നൽകുന്ന ഒരു കാര്യമാണ്. കാരണം അവിടെ ഈ പറയുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വളരെയധികം സ്വാധീനമുള്ള മുസ്ലിം വോട്ടുകളേറെ നിർണായകമായിട്ടുള്ള ഒരു മണ്ഡലമാണ്. ആ മുസ്ലിം വോട്ടുകൾ ഭിന്നിച്ചു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം സ്വാഭാവികമായിട്ട് ലഭിക്കുക BJPക്കാണ്. AKM അഷ്റഫ് എന്നുള്ള പേര് ഈ പറയുന്ന പോലെ പേര് നോക്കി വോട്ട് ചെയ്യുന്നവർക്ക് പേരിലെ സാമ്യത കൊണ്ട് ചിലപ്പോൾ AKM അഷ്റഫിന് വോട്ട് ചെയ്യാനുള്ളവർ SDPIയുടെ സ്ഥാനാർത്ഥിക്കോ അല്ലെങ്കിൽ മറ്റ് സ്വതന്ത്രമായിട്ടുള്ള അഷ്റഫ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥികൾക്കോ വോട്ട് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിൽ വോട്ടുകൾ സ്പ്ലിറ്റായി പോയി കഴിഞ്ഞാൽ അത് AKM അഷ്റഫിന്റെ വോട്ടുകളെ ബാധിക്കും. മൊത്തത്തിൽ ലഭിക്കുന്ന വോട്ടുകളുടെ എണ്ണത്തെ ബാധിക്കും. ആ ഒരു ആനുകൂല്യത്തിൽ അവിടെ വിജയിച്ച് കയറാം എന്നതാണ് BJP കണക്ക് കൂട്ടുന്നത്. അപ്പോൾ SDPIയുടെ ആ നീക്കം ആർക്ക് വേണ്ടിയിട്ടാണ്, ആരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന ചർച്ചകൾ ഇതിനോടകം തന്നെ വലിയ രീതിയിൽ ശക്തമായിട്ട് ഉയർന്നിട്ടുണ്ട്. SDPIക്കെതിരെ രൂക്ഷ വിമർശനം പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. എന്തായാലും അവിടെ ശക്തമായ പോരാട്ടം ഇത്തവണ നടക്കും. AKM അഷ്റഫ് അവിടെ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ എല്ലാം തന്നെ UDF ആണ് അധികാരത്തിലുള്ളത്. മുൻകാലങ്ങളിലെ നിന്നും വ്യത്യസ്തമായിട്ട് BJPക്ക് അവിടെ യാതൊരു സ്വാധീനവും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ UDFന്റെ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം, ഒരു വലിയ മികച്ച വിജയം തന്നെ അവിടെ UDFന് തദ്ദേശ സ്ഥാപനങ്ങളിലെല്ലാം തന്നെ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു ആത്മവിശ്വാസവുമായിട്ടാണ് UDF ഇത്തവണ വീണ്ടും കളത്തിലിറങ്ങുന്നത്. അപ്പോഴാണ് BJP അവിടെ ഇത്തരത്തിലൊരു വിജയപ്രതീക്ഷയുമായിട്ട് രംഗത്ത് വരുന്നത്. അവർ പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നത് AKM അഷ്റഫിന്റെ വോട്ടുകൾ എങ്ങനെയെങ്കിലും സ്പ്ലിറ്റ് ചെയ്യിക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെ വളരെ കരുതലോടു കൂടിയാണ് ഈ പറയുന്നത് പോലെ UDFും
സംവിധാനവും ഒക്കെ തന്നെ അവിടെ പ്രചരണ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. എ കെ അഷ്റഫ് ഒരു ജനകീയനായിട്ടുള്ള MLA ആണ്. സാധാരണക്കാരുടെ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടുന്ന, ജനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന, ജനങ്ങൾ ഒരാളായിട്ട് നിൽക്കുന്ന ഒരു MLAയും നേതാവും ഒക്കെയാണ്. അതുകൊണ്ട് എ.കെ. അഷ്റഫിന് അവിടെ വലിയ ഒരു സ്വാധീനം ആ മണ്ഡലത്തിൽ എമ്പാടുമുണ്ട്. കഴിഞ്ഞ ദിവസം ഈ SDPIയുടെ സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യം അത് ചർച്ചയാവുകയും വിവാദമാവുകയും ചെയ്തപ്പോൾ അതിനെക്കുറിച്ച് അവിടുത്തെ സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള കെ സുരേന്ദ്രനോട് മാധ്യമങ്ങൾ പ്രതികരണം തേടി. അപ്പോൾ കെ സുരേന്ദ്രൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് അതുകൊണ്ട് പ്രതികരിച്ചത്. അദ്ദേഹം ചോദിക്കുന്നത്, എന്തിനാണ് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത്, അവിടെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിക്ക് മത്സരിച്ചുകൂടെ എന്ന വളരെ ഉപദ്രവമില്ലാത്ത തരത്തിലുള്ള ഒരു പ്രതികരണം ആണ് അദ്ദേഹം നടത്തുന്നത്. നമ്മൾ നോക്കണം, കുറച്ചിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂരിൽ BJPക്ക് വേണ്ടിയിട്ട് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ പേര് B. ഗോപാലകൃഷ്ണൻ എന്നാണ്. അവിടെ സിറ്റിംഗ് MLA CPMന്റെ MK അക്ബർ ആണ്. കഴിഞ്ഞ ഏതാണ്ട് 3 പതിറ്റാണ്ട് കാലത്തെ ഒരു ചിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഈ ഗുരുവായൂർ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത് മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള വ്യക്തിയാണ്. അതിനെതിരെ B. ഗോപാലകൃഷ്ണൻ അത് രൂക്ഷമായ വിമർശനമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉയർത്തിയത്. എന്തുകൊണ്ട് അവിടെ ഒരു ഹിന്ദു MLA വരുന്നില്ല, ഹിന്ദുക്കളുടെ വിശ്വാസങ്ങൾ സംരക്ഷിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രം, ആ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്, അവിടെ എന്തുകൊണ്ട് ഒരു ഹിന്ദു നാമധാരിയായിട്ടുള്ള MLA വരുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ വർഗീയമായിട്ടുള്ള പരാമർശങ്ങൾ B. ഗോപാലകൃഷ്ണന്റെ ഭാഗത്തു നിന്നുണ്ടായി. അതായത് അവിടെ ഒരു മുസ്ലിം MLA കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ആ മണ്ഡലത്തിൽ ഉണ്ടാകുന്നതിലുള്ള അസഹിഷ്ണുതയാണ്, അല്ലെങ്കിൽ അത്തരം ഒരു സ്ഥാനാർത്ഥിയെ UDFും LDFും മത്സരിപ്പിക്കുന്നതിലുള്ള ഒരു എതിർപ്പും ദേഷ്യവും അല്ലെങ്കിൽ അത്തരമൊരു അസഹിഷ്ണുതയാണ് ഈ B. ഗോപാലകൃഷ്ണൻ അവിടെ പ്രകടിപ്പിച്ചത്. അതേ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള കെ സുരേന്ദ്രനാണ് തൻ്റെ സ്വന്തം മണ്ഡലത്തിൽ തനിക്ക് ഗുണകരമാകുന്ന തരത്തിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി വരുമ്പോൾ അതിനെ പിന്തുണയ്ക്കുന്ന, അല്ലെങ്കിൽ അതിനെ സ്വാഗതം ചെയ്യുന്ന ഒരു പ്രതികരണം നടത്തുന്നത്. അപ്പോൾ ഈ BJPയുടെ ഇരട്ടത്താപ്പ് അവിടെ നമ്മൾ കാണേണ്ടതാണ്. എന്തായാലും കെ സുരേന്ദ്രന്റെ ആ ഒരു വിജയമോഹം, ആ മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഇത്തവണ വിജയിച്ച് കയറാമെന്നുള്ള മോഹം, അത് നടക്കില്ല എന്ന് തന്നെയാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. SDPI തങ്ങളുടെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കാനുള്ള സാധ്യതകളാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ തെളിഞ്ഞു വരുന്നത്. അവിടെ ആ മണ്ഡലത്തിൽ BJP ജയിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ള ചർച്ചകൾ ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ ഏതെങ്കിലും വിധത്തിൽ വോട്ടുകൾ സ്പ്ലിറ്റായി കഴിഞ്ഞാൽ, ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ BJPയുടെ ജയസാധ്യത അവിടെ കൂടും. അത്തരമൊരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് SDPI തങ്ങളുടെ സ്ഥാനാർത്ഥിയെ അവിടെ നിന്നും പിൻവലിച്ചേക്കും എന്നതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അങ്ങനെയാണെങ്കിൽ എ.കെ. അഷ്റഫിന്റെ വിജയം കുറച്ചുകൂടി അത് ഉറപ്പാകും. അദ്ദേഹം നിലവിൽ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ SDPയുടെ സ്ഥാനാർത്ഥി അവിടെ മത്സരിച്ചാലും എ.കെ. അഷ്റഫ് ഈസിയായിട്ട് അവിടെ വിജയിക്കും. അതൊരു 5000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് എ.കെ. അഷ്റഫിന് അവിടെ വിജയിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം നിലവിലുണ്ട്. എങ്കിൽ പോലും ഫാസിസത്തിനെതിരായ പോരാട്ടം നടക്കുന്ന ഈ കാലഘട്ടത്തിൽ കേരളത്തിൽ ഫാസിസത്തെ പൂർണ്ണമായും തകർക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യത ഓരോ രാഷ്ട്രീയ കക്ഷികൾക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു വികാരം കണക്കിലെടുത്തുകൊണ്ട് SDPI തങ്ങളുടെ സ്ഥാനാർത്ഥിയെ ഈ തെരഞ്ഞെടുപ്പിൽ നിന്നും പിൻവലിച്ചാലും അത്ഭുതപ്പെടാനില്ല. നാളെയാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിനം. അങ്ങനെയാണെങ്കിൽ SDPIയുടെ സ്ഥാനാർത്ഥി പത്രിക പിൻവലിച്ചുകൊണ്ട് മത്സരത്തിൽ നിന്നും പിന്മാറാനുള്ള ഒരു സാധ്യത അത് SDPIയുടെ സംസ്ഥാന നേതൃത്വം ഉൾപ്പെടെ തള്ളിക്കളയുന്നില്ല എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്നത് പോലെ പതിവ് പോലെ UDFും NDAയും തമ്മിലുള്ള ശക്തമായ ഏറ്റുമുട്ടലാകും ഇത്തവണയും മഞ്ചേശ്വരത്ത് നടക്കുക. ആ പോരാട്ടത്തിനൊടുവിൽ ഉജ്ജ്വലമായിട്ടുള്ള വിജയം UDF സ്ഥാനാർത്ഥി കൂടിയായ നിലവിലെ സിറ്റിംഗ് MLA എ.കെ. അഷ്റഫ് നേടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.